ഈ കേരള സ്റ്റോറി സിനിമയുടെ വിവാദം കഴിയുന്നില്ല. ഇപ്പോൾ ഇതാ അതിന് ബദലായിട്ട് മണിപ്പൂർ സ്റ്റോറി എന്നൊരു കഥ ഒരു CSI പള്ളിയിൽ കാണിച്ചു. വളരെ അഭിമാനത്തോടെ ഒരു വൈദികൻ പറയുന്നത് കേട്ടു. വിദ്വേഷത്തിൻ്റെ പ്രചാരണത്തിനുള്ള മറുപടിയാണിതെന്ന്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ തീം രണ്ടല്ലേ. ഒന്ന്, ഹിന്ദു സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും പെട്ട പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി ജിഹാദികളാക്കിയ കഥയാണ് കേരള സ്റ്റോറി. മണിപ്പൂർ സ്റ്റോറി എന്ന് പറയുന്നത് അവിടെ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം, സംഘർഷം. ഇത് ഒന്നൊന്നിന് ബദലാവുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കാൾ ഉപരി ഇത് കേരളത്തിലെ സഭകളെ രാഷ്ട്രീയമായി വേർതിരിക്കുന്നു എന്നതാണ്. വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് പകരം സഭകൾ അവരുടെ രാഷ്ട്രീയ ഭിന്നത ഈ സിനിമാ പ്രദർശനത്തിലൂടെ വെളിവാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അനുഭാവികൾ നിറഞ്ഞതായിരുന്നു സഭകൾ ഇത് കഴിഞ്ഞ കാലം വരെ. അതിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കേന്ദ്ര ഭരണം 10 വർഷമായി തുടർച്ചയായിട്ട് നയിക്കുന്ന BJPയുടെ നയങ്ങളെയും പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ ഭരണപരമായ മികവിനെയും അംഗീകരിക്കുന്ന ചില മെത്രാന്മാരുണ്ടായി, സഭാവാസികളുണ്ടായി. മെത്രാന്മാരുണ്ടായാലും ഇല്ലെങ്കിലും സഭാവാസികളിൽ കാര്യബോധമുള്ള അനേകം പേർ മോഡി ഭരണത്തെ അംഗീകരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടങ്ങളിൽ കഴിഞ്ഞ 5-ാം തീയതി ഇടുക്കി രൂപത ഈ കേരള സ്റ്റോറി വിദ്യാർത്ഥികളുടെ മുന്നിൽ പഠനത്തിന് വിധേയമാക്കി. അതോടെയാണ് ഈ വിവാദം ആരംഭിച്ചത്, ഈ ചേരിതിരിവ് ആരംഭിച്ചത്. അപ്പോൾ അത് കത്തോലിക്ക മെത്രാൻ സഭ എന്തോ പ്രസ്താവന ഇറക്കി. കഴിഞ്ഞ ദിവസം മെത്രാൻ സഭ കൂടി അവർ ഈ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്നും, ലവ് ജിഹാദ് എന്നല്ല ലവ് ട്രാപ്പ് ജിഹാദ് എന്നാണ് അവർ വിളിച്ചത്. പ്രണയം ഒരു കുരുക്കാക്കി ജിഹാദികളാക്കി മാറ്റുന്ന ഒരു സംഭവം സമൂഹത്തിലുണ്ട്. അത് പ്രണയച്ചതി എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അപ്പോൾ അത് വസ്തുതയുമാണ്. അതേപ്പറ്റിയുള്ള ഒരു റിയലിസ്റ്റിക് സിനിമയാണ് കേരള സ്റ്റോറി. ഇത് ദൂരദർശനം പ്രദർശിപ്പിച്ചു. അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഉള്ളടക്കം സഭയുടെ അനുയായികളായ യുവാക്കളെ കാണിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് അവിവാഹിതരായ പെൺകുട്ടികളെ ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്ന് സഭയ്ക്ക് മനസ്സിലായി. അപ്പോൾ സഭ അത് സംബന്ധിച്ച പ്രണയം, കുടുംബജീവിതം, വിവാഹം എന്നീ വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും വളരെ യാഥാർത്ഥ്യബോധത്തോടെ പഠിക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന സഭ ഈ വിഷയം പഠിക്കാനായിട്ട് ഈ സിനിമയും എടുത്തു. അത് അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ചില വസ്തുതകൾ അതിനകത്തുണ്ടായിരുന്നു. അല്ല, ഈ സഭയുടെ പക്കൽ ഇതിൻ്റെ ഡാറ്റ ഉണ്ട്. സാർ ഓർക്കുന്നുണ്ടാവുമല്ലോ, അതെ അതെ, കേരള ദിനപത്രത്തിലൂടെ ലവ് ജിഹാദ് വിവാദം പ്രവർത്തകൻ ഞാനാണ്. അതെ അതെ. ആ സമയത്ത് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, കത്തോലിക്ക സഭയുമായി ഉത്തരവാദപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഒരുപാട് ഡാറ്റ എനിക്ക് തരികയുണ്ടായി. ഇത് നിങ്ങൾ മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കൃത്യമായ ഡാറ്റ ഓരോ ഇടവകയിലും എത്ര കുട്ടികളെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സഭ ഒരു 10-15 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ട്സാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള സ്കൂളിലെ മെർലിൻ എന്ന് പറയുന്ന അധ്യാപിക, നിമിഷ ഫാത്തിമ, അങ്ങനെ പേരെടുത്ത് പറയാവുന്ന ഒട്ടേറെ കേസുകളുണ്ട്. അവരിങ്ങനെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ട്രാപ്പിൽപ്പെട്ട് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയ കഥകൾ. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ ചരിത്രമായിട്ടല്ല, വസ്തുതകളായിട്ട് നിൽക്കുകയാണ്. വസ്തുതകളായിട്ട് വരികയും സുനിൽ കേരളകൗമുദിയിലും കലാകൗമുദിയിലും തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ആവർത്തിച്ച് അതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴാണ് ജസ്റ്റിസ് ശങ്കരൻ്റെ കോടതിയിൽ ഈ കേസ് വരുന്നത്. അതേ തുടർന്ന് ഇത് വസ്തുതയാണോ അല്ലയോ എന്നുള്ള ചോദ്യം വന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതൊരു ലിംഗ്വിസ്റ്റിക് പ്രശ്നമാണ്. ലവ് ജിഹാദ് എന്ന പേരിൽ എങ്ങും അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന പോലീസ് റിപ്പോർട്ട് കോട്ട് ചെയ്ത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാനൊരു ആവേശം തൽപര കക്ഷികൾക്കുണ്ടായി. അതെ, പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്നാണ്. പക്ഷേ അങ്ങനൊരു വിധിയില്ല. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഷഹൻഷായുടെ കേസ്, ഷഹൻഷാ എന്ന് പറയുന്ന കുട്ടി പത്തനംതിട്ട കോളേജിലെ ഒരു പെൺകുട്ടിയെ ഈ ഷഹൻഷാ ലവ് ജിഹാദിൽ പെടുത്തി എന്നുള്ള കേസിൻ്റെ ഹേബിയസ് കോർപ്പസാണ്.
ആദ്യം ഉണ്ടാകുന്നത്. ആ പരാതി ഉണ്ടാകുന്നു, മാൻ മിസ്സിംഗ് കേസ് വരുന്നു, ഷെഹൻഷായ്ക്കെതിരെ കേസെടുക്കുന്നു. കേസെടുക്കാനുള്ള കാരണം അന്നത്തെ സംസ്ഥാനത്തെ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത ബന്ധുവായിരുന്നു ഈ കുട്ടി. അതേ തുടർന്ന് ഷെഹൻഷാ ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് വരുന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തേടി വരുന്നു. ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ ബെഞ്ചിലാണ് വരുന്നത്. അതിൽ പോലീസിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉൾപ്പെടെ 5 റിപ്പോർട്ടുകളെ ആധാരമാക്കി ലവ് ജിഹാദ് ഉണ്ട് എന്നാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ പറയുന്നത്. രസകരമായ തമാശ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സമാനമായ മറ്റൊരു കേസ് വന്നു. മറ്റൊരു കേസ് വന്നപ്പോൾ അതിൽ ശശിധരൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ജഡ്ജി ആ കേസ് ഡിസ്മിസ് ചെയ്തു. വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത് ആൻറ്റിസിപ്പേറ്ററി ജസ്റ്റിസ് ശങ്കരൻ്റെ വിധിയെ റദ്ദ് ചെയ്തുകൊണ്ട് ശശിധരൻ നമ്പ്യാർ വിധി പറഞ്ഞു എന്നാണ്. അതിനകത്ത് വലിയ കളമുണ്ട്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ ബെഞ്ചിൽ പരിഗണിച്ചത്. അത് ഷെഹൻഷായുടെ കേസിലാണ്. ആ കേസിൽ ജാമ്യം നിഷേധിച്ചു. അതിന് അപ്പീൽ പോകേണ്ടത് ശശിധരൻ നമ്പ്യാരുടെ മുന്നിലല്ല. ഹൈക്കോടതി ഒരു കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിച്ചാൽ അപ്പീൽ പിന്നെ പോകേണ്ടത് സുപ്രീം കോർട്ടിലാണ്. ഷെഹൻഷായുടെ കേസിൽ അവർ അപ്പീൽ പോയില്ല. പോയാൽ ഈ കേസിൻ്റെ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട കക്ഷികൾ അതിന് പോയില്ല. എന്നിട്ട് വേറൊരു കേസ് വന്നപ്പോൾ ആ കേസിൽ ഈ കേസിലെ വിധിയെ മറികടന്നു എന്നുള്ള വ്യാജ പ്രചരണം അന്നു മുതൽ ഇന്ന് വരെ തുടരുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഹൈക്കോടതി വിധിയോടെ ഒരു വിധിയും അങ്ങനെയില്ല, ഒരു വിധിയിലും ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കേസിലുള്ള ഹാദിയയുടെ കേസിൽ, അഖിലയുടെ കേസിൽ ഈ കേസ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസ് ബന്ധപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്നല്ല അതിൻ്റെ പേര്. ഇതിനകത്ത് അതിൻ്റെ എലമെൻറ്റ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത്. ലവ് ജിഹാദ് ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ബെന്നി ബെഹനാൻ ഇത് പാർലമെൻറ്റിൽ ഒരു ചോദ്യമായി ഉന്നയിച്ചു. ഈ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ടോ? അത് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൊടുത്ത മറുപടി ലവ് ജിഹാദ് എന്നും പറഞ്ഞൊരെണ്ണം എങ്ങും നിലവിലില്ല എന്നായിരുന്നു. ആ മന്ത്രിയുടെ മറുപടിയും കേരളത്തിൽ വലിയ വാർത്താ പ്രചരണം കൈവരിച്ചു. അത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു പ്രവർത്തനം നടക്കുന്നില്ല, പക്ഷേ ഈ പറയുന്ന ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതിൻ്റെ വിക്ടിംസ് ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ വേർഡ് എടുത്തിട്ട് ലവ് ജിഹാദ് ബോർഡും വെച്ചിട്ട് ആരും ലവ് ജിഹാദ് നടന്നില്ല. ഇരകൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഇരകൾ തിരിച്ചു വന്ന നൂറുകണക്കിന് കേസുകളുണ്ട്. തിരിച്ചു വരുന്നപ്പോൾ രാജ്യം ഇങ്ങോട്ട് വരാതെ പെർമിഷൻ കൊടുക്കാതിരിക്കുന്ന നിമിഷ ഫാത്തിമയുടെ കേസുണ്ട് നമ്മുടെ മുന്നിൽ. അതെ, 1 ഡസനിലേറെ അത്തരം കേസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ പോയി മതമാറ്റം പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് തിരിച്ചു വന്നവർ എങ്ങനെ അവർ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്നും അത് എത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സഹപാഠികൾ വഴി നടപ്പാക്കിയെന്നും പിന്നെ എങ്ങനെ ആ കുരുക്കിൽ അവരകപ്പെട്ടു, അവസാനം അതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന കഥകൾ എത്രയോ പെൺകുട്ടികൾ വന്ന് ഓൺ റെക്കോർഡ് പറഞ്ഞില്ലേ. ഇതിനകത്ത് സഭയുടെ രാഷ്ട്രീയമാണ് വ്യക്തമാവുന്നത്. പക്ഷേ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. സഭയുടെ രാഷ്ട്രീയം 2 വശത്തുമല്ല. അപ്പോൾ സഭയ്ക്കൊരു കൺസേൺ ഉണ്ട്. അവരുടെ കേരളത്തിലെ ക്രൈസ്തവ സഭ വലിയ വെല്ലുവിളി നേടുകയാണ്. 10-25 വർഷം കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഇല്ലാതാവുന്ന തരത്തിലാണ് ബർത്ത് ഡെത്ത് റേറ്റുകൾ പോകുന്നത്. അതിൻ്റെ ഒരു ആശങ്ക സഭയ്ക്കുണ്ട്. മാത്രമല്ല എല്ലാ രംഗത്തു നിന്നും ക്രിസ്ത്യാനികൾ പതുക്കെ പുറന്തള്ളപ്പെടുകയാണ്. ഭൂരിപക്ഷം വീടുകളിലും ചെറുപ്പക്കാരില്ല, അവരൊക്കെ പുറത്തു പോകുന്നു, വിദേശത്ത് പോകുന്നു, വീടുകൾ അടഞ്ഞു പൂട്ടിക്കിടക്കുന്നു. മധ്യ കേരളത്തിൽ പോയാൽ നമുക്ക് കാണാം പലയിടത്തും വീടുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്, ആരുമില്ല. വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വിശ്വാസ തകർച്ചയുണ്ട് ക്രിസ്ത്യൻ സഭയ്ക്കുള്ളിൽ. കേരളത്തിൽ അത് ബാധിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരം എലമെന്റ്സ് വരുന്നത്. ഇപ്പോഴത്തെ പ്രകോപനം എന്തെന്ന് വെച്ചാൽ, ഈ പ്രതിഭാസത്തിനൊക്കെ അടിസ്ഥാന കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ സംഘടിതമായി ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, അതിനെ എതിർക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. അല്ല, അതിന് രാഷ്ട്രീയം ഉണ്ടോ? ഞാനതാണ് ചോദിക്കുന്നത്. കാരണം ഇതൊരു അവരുടെ ഒരു വളരെ നിർണായകമായ ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് ഇത് രണ്ടും ഉത്തരവാദിത്തപ്പെട്ട ബിഷപ്പുമാർ തന്നെ പറഞ്ഞു. അത് അവർ കുറേ കാലമായി കാമ്പയിൻ ചെയ്തതാണ്. സഭ എക്കാലത്തും പറയുന്നുണ്ട്. അപ്പോൾ കേരള സ്റ്റോറി എന്നുള്ള സിനിമ ടെലികാസ്റ്റ് ചെയ്യാൻ ദൂരദർശൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഞങ്ങളും കാണിച്ചേക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായി കാണിക്കുന്നതാവതല്ലേ? അത്ര സ്വാഭാവികമാണെങ്കിൽ ഒരു 2 മാസം മുമ്പും കാണിക്കാമല്ലോ. കേരള സ്റ്റോറി വന്നിട്ട് മാസങ്ങൾ എത്രയായി. ഈ സിനിമ പിന്നെ പെട്ടെന്ന് ഇലക്ഷൻ പ്രമാണിച്ചു കൊണ്ടുവന്ന ഒരു സിനിമയല്ല. ഒരു BJPക്ക് വേണ്ടിയുള്ള അതിനകത്ത് BJP ഇത് അനുകൂലമാകാൻ കേരളത്തിലെ ക്രിസ്ത്യൻ സഭ രാഷ്ട്രീയമായി തങ്ങളോടൊപ്പം വരാനൊരു പ്രധാനപ്പെട്ട ആശയമാണിത്.
ഇത് വസ്തുതയുമാണ്. അപ്പോൾ വിശ്വാസയോഗ്യമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ആണ്. അപ്പോൾ അതിൻ്റെ ആ ഇഷ്യൂ അവരെ ബാധിച്ചിരിക്കുന്ന ആ ഇഷ്യൂവിൻ്റെ മർമ്മത്ത് ഈ സിനിമയിലൂടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കും. അതൊരു തെറ്റുമല്ല. അല്ല, സഭ രാഷ്ട്രീയമല്ലല്ലോ, നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ടല്ലേ? സഭയ്ക്ക് സഭയ്ക്ക് പിന്നെ ഇതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടി വരും. ഇത് ഈ രാഷ്ട്രീയം കേരളത്തിലെ UDF LDFും ഇത്തരം വിഷയങ്ങളിൽ അടിക്കടി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തുടരുകയാണെങ്കിൽ സഭയ്ക്ക് വീണ്ടും അങ്കലാപ്പാവും. അല്ല, എൻ്റെ ഇതിന് പ്രതിരോധമില്ല. സഭയെ സംബന്ധിച്ച് സഭയുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ് ഈ പറയുന്ന ചെറുപ്പക്കാരെ നഷ്ടപ്പെടുക. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതേ സഭയിൽപ്പെട്ട ചില ആളുകൾ അതിനെ ഏറ്റെടുക്കാതെ തള്ളി പറഞ്ഞിട്ട് മണിപ്പൂർ സ്റ്റോറി എന്ന് പറയുന്ന അവിടെയല്ലേ രാഷ്ട്രീയം? അവർ ഇതിനെ രാഷ്ട്രീയമായി ഇത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തോൽക്കും ഇതുപോലൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നല്ല വോട്ട് കുറയുമെന്ന് വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ അയാൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ അത് മാത്രമല്ല, നിങ്ങളിങ്ങനെ BJP ആണ് ശരി. BJPക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി പോലും ഇല്ല. അങ്ങനെ പറഞ്ഞുകൂടാ. ഒരു ലേഡിയാണ് അവിടെ NDA സ്ഥാനാർത്ഥി. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ലൈം ലൈറ്റിലൊന്നും ആ സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അത് ജയസാധ്യതയുള്ള ഒരു സീറ്റാണെന്ന് NDA ഗ്രൂപ്പ് ആരും പറയുന്നുമില്ല. A ക്ലാസ് മണ്ഡലമൊന്നുമല്ല. പക്ഷേ അവിടെ സഭ ഇത് കാണിച്ചാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കോട്ടയം സീറ്റിൽ വരാം, ആലപ്പുഴ വരാം, തൃശ്ശൂർ വരാം. അങ്ങനെയുണ്ടല്ലോ. ഇത് ഇടുക്കിയിലെ ഒരു പഞ്ചായത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതല്ല. മാത്രമല്ല, ഈ ഇലക്ഷൻ മാത്രമല്ല, ഇനിയും ഇലക്ഷനുകൾ വരാനുണ്ട്. പക്ഷേ സർ, കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം ഒരുപാട് തെരഞ്ഞെടുപ്പുകളും ഒരുപാട് രാഷ്ട്രീയ സംഭവവികാസങ്ങളും ഒക്കെ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള കൂടെ സഞ്ചരിച്ച ആളാണ് സുജാൻ സാർ. അപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ സഭയിൽ പൊതുവിൽ മുസ്ലിം ഇസ്ലാമോഫോബിയയും BJP അല്ലെങ്കിൽ സംഘപരിവാർ ആഭിമുഖ്യവും പ്രകടമായി ഉണ്ടായി വരുന്നുണ്ടോ? BJPക്ക് സഭയ്ക്കുള്ളിൽ സ്വാധീനം വർദ്ധിക്കുകയാണ്. അത് എൻ്റെ അടിസ്ഥാന കാരണം കേന്ദ്ര ഭരണത്തെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലാണ്, മതിപ്പാണ്. അത് ഒന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗം അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവർ ധാരാളം പേര് അവരുടെ കൂടെയുണ്ട്. പിന്നെ കാർഷിക മേഖലയിൽ വ്യാപരിക്കുന്നവരാണ്. പ്രായണ താരതമ്യേന ധനാഢ്യന്മാരുമാണ്. അവർക്ക് ഒരു ഭരണത്തിൻ്റെ ചലനങ്ങൾ അവരുടെ സഭാപ്രവർത്തനത്തെയും സഭയുടെ സേവന പ്രവർത്തനങ്ങളെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ ദീർഘകാലം അവർ കോൺഗ്രസിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നവരാണ് കേന്ദ്ര ഭരണത്തിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നമുക്ക് ചെല്ലുമ്പോഴറിയാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇടുക്കിയിലെയും കുട്ടനാട്ടെയും ഒക്കെ കന്യാസ്ത്രീകൾ കയറി ഇറങ്ങി നടക്കുന്നതാണ്. പല വെൽഫെയർ മെഷേഴ്സിലും ധനസഹായങ്ങൾക്ക് അപേക്ഷിക്കാനും മറ്റുമായിട്ടാണ്, പല പല കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ 10 വർഷമായിട്ട് അവർക്ക് ആ സ്വാധീനം താരതമ്യേന കുറഞ്ഞു വരികയാണ്. ഇനിയും കോൺഗ്രസിനെ ആശ്രയിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 5 വർഷക്കാലം കൂടെ മോദി വന്നാൽ പല കാര്യങ്ങളും തടസ്സപ്പെടും. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഈ നോട്ട് 2016 ഡിസംബർ മുതൽ നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സഭയുടെ സ്രോതസ്സിലെ ചില മാറ്റങ്ങൾ, വരുമാന സ്രോതസ്, അതിൽ ചില തടസ്സങ്ങൾ നേരിട്ടു. അപ്പോൾ ഈ NGOs സന്നദ്ധ സംഘടനകൾക്ക് ലഭിച്ചിരുന്ന വിദേശ സഹായങ്ങൾ, ഇതിനൊക്കെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു അനുഭാവം സഭയ്ക്ക് കൂടിയേ തീരും. ഇതൊക്കെ നേരായ മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അതും ഒരു പ്രധാന കാര്യം. പക്ഷേ ഈ ഒരു ഏകശിലാരൂപത്തിൽ ക്രൈസ്തവ സഭ ഈ അനുകൂല നിലപാടെടുക്കുന്നില്ലല്ലോ. ക്രൈസ്തവ സഭയിൽ അൽമായർക്ക് രാഷ്ട്രീയമുണ്ട്. അൽമായരിൽ പിന്നെ കൂടുതൽ പേരും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും UDF രാഷ്ട്രീയത്തിനും ഒപ്പം സഞ്ചരിച്ച് ചരിത്രമുള്ളവരാണ്. അതിൽ കുറേശ്ശെയാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്, വളരെ നേരിയ തോതിൽ. ആ നേരിയ തോതിലുള്ള മാറ്റം മുമ്പ് എന്നത്തേക്കാളും ഇപ്പോൾ കൂടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ അനുകൂലമായി സഭ ഒരു തീരുമാനം എടുത്താൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സഭാവാസികൾക്കും
അത് വിഷമമുണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ ഈ സിനിമാ വിവാദം, സിനിമാ ഡോക്യുമെൻ്ററി മത്സരത്തിൻ്റെ ഒരു സിനിമ വിവാദം അല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഇടുക്കിക്ക് പിന്നാലെ താമരശ്ശേരിയും ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വൈപ്പിൽ നിന്നാണ്, ഒരു കോൺഗ്രസ് അനുകൂല സഭയിൽ നിന്നാണ് ഈ പ്രശ്നം വന്നത്. അവർ മണിപ്പൂർ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കേരള സ്റ്റോറിക്ക് പകരം സുനിൽ പറഞ്ഞ പോലെ അത് ബദൽ തീർച്ചയായിട്ടും മണിപ്പൂരല്ല. മണിപ്പൂർ വേറൊരു വിഷയമാണ്. അത് മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു എത്നിക് ഒരു ഗോത്ര പ്രശ്നമാണ്. അത് കർദിനാൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. സഭയിൽ പലരും അതിനെപ്പറ്റി തെറ്റിദ്ധരിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും പിന്നീട് അവർക്കത് ബോധ്യമാകും. ജോർജ് കള്ളിവേലിൻ്റെ ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവേലിൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമല്ല അത്. അതെ അല്ല. അത് നോർത്ത് ഈസ്റ്റിലെ ഒരു കലാപവും ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമല്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ മണിപ്പൂരിന് പുറത്തും പ്രത്യേകിച്ച് കേരളത്തിനുള്ളിലും മാധ്യമങ്ങൾ ഇത് BJPക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? ഇത് ഈ 26-ാം തീയതി വോട്ടെടുപ്പോടെ തീരും. തീർച്ചയായിട്ടും. സഭ അവസാനിപ്പിക്കില്ല. സഭയ്ക്ക് അത് നീറുന്ന ഒരു പ്രശ്നമാണ്. സഭ അതിൻ്റെ പ്രചരണം കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ എതിർക്കുന്നവരും നിശബ്ദരാകും, ഇത് വേണ്ടെന്നാണെന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ അവർക്ക് വോട്ട് അല്ല, ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും പിന്നെ മുസ്ലിം വിഭാഗങ്ങളെ കൈവിടാൻ പറ്റില്ല. കാരണം എല്ലാ മുസ്ലിങ്ങളും ലവ് ജിഹാദിന് അനുകൂലമല്ലെങ്കിൽ പോലും മുസ്ലിം ജനസംഖ്യയുടെ പകുതി പോലും ഇല്ല ക്രിസ്ത്യൻ ജനസംഖ്യ ഇല്ല. അതുകൊണ്ട് ഇത് പോട്ടെ. വോട്ട് ബാങ്കിൻ്റെ താരതമ്യത്തിൽ കൂടുതൽ സ്വീകാര്യം മുസ്ലിങ്ങളാണ്. കാരണം അത് എണ്ണത്തിലും വണ്ണത്തിലും ഇപ്പോൾ നിലവിലുള്ള സപ്പോർട്ടീവ് ബേസിലും. മാത്രമല്ല, ഇത് ഈ മുസ്ലിം വോട്ടർമാർ വളരെ ക്ലവറായിട്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഒന്ന്, നിയമസഭയിൽ അവർ LDFൻ്റെ കൂടെയും ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ കൂടെയുമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള ഇപ്പോഴും ഉണ്ട്. വയനാട്ടിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ ഈ പ്രശ്നമാണ് ഇപ്പോൾ ഇത് 26-ാം തീയതിയോട് ഈ മണിപ്പൂർ ബദൽ എടുത്ത് കാണിക്കുന്നില്ലേ തൃശ്ശൂരിലെ. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ സങ്കീർണമായ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് രാഷ്ട്രീയ വിടുപണിയായി അതിനെ വെള്ളം ചേർക്കാനും ഞങ്ങൾ സ്നേഹത്തിൻ്റെ കടയാണ് തുറക്കുന്നതൊക്കെ പറഞ്ഞ് മണിപ്പൂർ സ്റ്റോറിയുമായി വരുന്ന വളരെ അപലപനീയവും ഈ സഭയുടെ താല്പര്യങ്ങൾക്ക് നിരക്കാത്തതുമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്.